നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോ തികച്ചും സൗജന്യമായി. രണ്ടാം ഘട്ടമായിട്ടല്ലമ്മേ, ഒന്നാം ഘട്ടമായിട്ടാ നമ്മൾ ഈ കല്യാണം നടത്താൻ പോകുന്നേ. എന്നുവെച്ചാ ആളും ആരവും ഒക്കെയായി ഗംഭീരമായിട്ട് തന്നെ. അശ്വതിയെ ചതിച്ചില്ലേ ആനന്ദ നിലയത്തിലെ ആദിത്യൻ, അവൻ ഈ നാട്ടിൽ നിന്ന് പോവും. അവൻ മാത്രമല്ല, ആനന്ദ നിലയം എന്ന വീടും പിന്നെ അവിടെ ഉണ്ടാവില്ല. അശ്വതിക്ക് വേണ്ടി ഞാൻ ചെയ്യാൻ പോകുന്ന ആദ്യത്തെ കാര്യം അതാ, ആനന്ദ നിലയത്തെ തകർക്കല്. അമ്മേ, നമ്മൾ തമ്മിൽ ഒരു കരാറായിട്ടുണ്ട്. ഇനിയിപ്പോ കല്യാണ കാര്യത്തിലേക്ക് കടക്കാം. അടുത്ത സംസാരം വീട്ടുകാർ തമ്മിലാവട്ടെ. കാശിനാവശ്യമുണ്ടെങ്കിൽ ഇനിയും ചോദിക്കാം. ശരി മോനെ. കൃത്യസമയത്ത് തന്നെ അശ്വതി വന്നല്ലോ. അശ്വതി, കാര്യങ്ങളൊക്കെ ഞങ്ങൾ ഉറപ്പിച്ചു. എന്ത് കാര്യങ്ങള്? നമ്മൾ തമ്മിൽ നേരത്തെ സംസാരിച്ച കാര്യം തന്നെ. അല്ല മോനെ, അശ്വതിയോട് ഞാൻ സംസാരിച്ചോളാം, മോൻ പൊയ്ക്കോ. അല്ല, ഇദ്ദേഹത്തിന് പറയാനുള്ളത് ഇദ്ദേഹം തന്നെ സംസാരിച്ചോട്ടെ. ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കല്യാണക്കാര്യം. ഓ, ആ കാര്യായിരുന്നോ? ആ കാര്യത്തെ കുറിച്ച് എത്രയോ പ്രാവശ്യം ഞാൻ പറഞ്ഞതാ. എന്താ, കല്യാണം കഴിച്ചോളാന്ന് ആദിത്യം വാക്ക് തന്നിട്ടുണ്ടോ? തന്നിട്ടുണ്ട്. വാക്ക് തന്നിട്ടുണ്ട്. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് എന്നെ കെട്ടിക്കോളാന്ന് എനിക്ക് വാക്ക് തന്നിട്ടുണ്ട്. അപ്പൊ ഇനി അതിന്റെ പേരില് നിങ്ങൾ സമയം കളയണ്ട, ഇറങ്ങിക്കോ. അശ്വതി, നീ അഹങ്കാരം കാണിക്കല്ലേ, അകത്ത് കയറിപ്പോ. അശ്വതി എനിക്ക് വിവാഹം ചെയ്ത് തരാമെന്ന് പറഞ്ഞ് അമ്മ അഡ്വാൻസ് വാങ്ങിയിട്ടുണ്ട്. ഒരു ചെറിയ അഡ്വാൻസ്. ദേ, വലിയ തുകകളെ പുറകെ വരും. അമ്മേ, ആ പണം എവിടെ? മോളെ, നീ ഒന്ന് അടങ്ങി നിക്ക്, കാര്യങ്ങൾ നമുക്ക് സംസാരിക്കാം. അമ്മേ, പണം എവിടെയെന്നാ ചോദിച്ചേ? അയ്യോ, പൈസ വലിച്ചെറിയാൻ പാടില്ലെന്നാ. പക്ഷെ നിങ്ങൾ തന്ന ഈ പണം എനിക്ക് വിലയിട്ട പണോ, അതിങ്ങനെ തന്നെ മടക്കി തരേണ്ടത്. അശ്വതി, ഞാൻ പറയുന്നത് അനുസരിച്ചില്ലെങ്കില് ഒന്നുകളയും. ചാകാൻ ഭയക്കുന്നവര് ഇത് കേട്ടാ ഭയക്കും. മരിക്കാനുള്ള പേടിയൊക്കെ എന്നേ മാറിക്കഴിഞ്ഞു. പിന്നെ എന്നെ കൊല്ലാൻ വന്ന കൈയും കെട്ടി നോക്കി നിൽക്കുന്ന കരുതണ്ട. നിന്നെ ഞാൻ എടുത്തോളാം. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.